രൂക്ഷമായ ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിൻ്റെ കിരാതമായ ഭരണമല്ലേ കണ്ടത്? അതിനു മുമ്പ് നമ്മൾ പശ്ചിമ ബംഗാളിൽ കണ്ടിട്ടുണ്ട് സിദ്ധാർത്ഥ റേയുടെ കാര്യത്തിൽ. എന്താണ് പശ്ചിമ ബംഗാളിൽ ഏകാധിപത്യം എങ്ങനെയാണ് നമ്മുടെ തെരുവുകളിൽ നടമാടിയതെന്ന് കണ്ടതല്ലേ പശ്ചിമ ബംഗാളിൽ? അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണമാണ് അതിനെ കാണുന്നത്. അതുകൊണ്ട് ആ കോണ്ടെക്സ്റ്റിൽ നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ സന്ദർഭത്തിൽ CPM എടുത്ത നിലപാടിനൊരു തെറ്റുമില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അതിന്ന് ഗോവിന്ദ മാഷ് വിശദീകരിച്ച് കുഴപ്പത്തിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനതാ പാർട്ടി എന്നതിന് പകരം RSS എന്ന വാക്ക് അവിടെ കടന്നു വരികയും അതിനെ കൂടുതൽ ശക്തിയോടുകൂടി വീണ്ടും ഒരിക്കൽ കൂടി അത് ഗോവിന്ദ മാഷ് ഉന്നയിക്കുകയും ചെയ്തു. അതാണിപ്പോൾ അബദ്ധത്തിലായിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ EP ജയരാജൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ പ്രഭാരി ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച തുറന്ന് സമ്മതിക്കുന്ന സമയം, അതേപോലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് തൻ്റെ ആത്മകഥയിലെ പരിപ്പോടെയും കട്ടൻ ചായയും എന്ന ആത്മകഥയിലെ ഭാഗങ്ങൾ പുറത്തു വരുന്നൊരു സാഹചര്യം. ഈ സാഹചര്യങ്ങളിലെല്ലാം EP ജയരാജൻ പ്രതിരോധത്തിലാക്കിയതിന് ഏകദേശം സമാനമായ രീതിയിൽ തന്നെയാണ് MV ഗോവിന്ദ മാഷിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഇന്ന് പൂർണ്ണമായും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും സാമൂഹിക മാധ്യമങ്ങളിലും RSS അനുകൂല പ്രസ്താവന എന്ന മട്ടിലാണ്, RSSുമായി CPM സഹകരിച്ചു എന്ന മട്ടിലുള്ള ക്യാമ്പയിനാണ് നടക്കുന്നത്.